ഹലോ! അങ്ങനെ നമ്മുടെ ഉപ്പും അവിശ്വസനീയമായിട്ടുള്ള രംഗങ്ങളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? എല്ലാവരും ഇത് ആരുടെയെങ്കിലുമൊക്കെ സ്വപ്നമാക്കി കേശു അങ്ങനെയൊന്നും പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രേക്ഷകര് ആവലാതിയിലാട്ടോ. ഇനി എന്തൊക്കെ വരാൻ കിടക്കുന്നു. നമ്മുടെ മെർലിൻ വന്നിട്ട് അവിടെ ഒരു യുദ്ധം എന്തായാലും നടക്കും. മെർലിനും നമ്മുടെ മീനൂട്ടിയും തമ്മിൽ ഒരു പിടിവലിയും നമ്മുടെ കേശു അതിനിടയിൽ കിടന്ന് രണ്ടുപേരെയും സോൾവ് ആക്കാൻ ശ്രമിക്കുന്ന കുറെ രംഗങ്ങളൊക്കെ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അതൊക്കെ എന്ത് രസമായിരിക്കുമല്ലോ. പിന്നെ നമ്മുടെ ശിവാനി വരുമ്പോൾ ശിവാനിയുടെ ഒരു പൊട്ടിത്തെറി അതും പ്രേക്ഷകര് എന്താ പറയാ കാണാൻ പോകുന്നതേ ഉള്ളൂ. ശിവാനിയും കേശുവും തമ്മിൽ അത്രയ്ക്ക് ബോണ്ടായിരുന്നല്ലോ. അപ്പൊ ശിവാനി എന്തായിരിക്കും കേശുവിനോട് ചെയ്യാൻ പോകുന്നതെന്നും വലിയൊരു ചോദ്യചിഹ്നം തന്നെയാട്ടോ കൂട്ടുകാരെ. അലീനേനെയും മെർലിനെയും രണ്ടുപേരും ചതിച്ച് തേച്ചൊട്ടിച്ചാണ് നമ്മുടെ കേശു നമ്മുടെ മീനൂട്ടിയെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത് പ്രേക്ഷകർ ഒരിക്കലും സഹിക്കത്തില്ല അല്ലെ. അപ്പൊ നമ്മുടെ മെർലിൻ വന്നിട്ട് നമ്മുടെ കേശുവിന്റെ കർണത്തിട്ടൊന്ന് പൊട്ടിച്ചാലും കുഴപ്പമില്ല. എന്നാലും പ്രേക്ഷകർക്ക് ഒരു കുഴപ്പവും ഇല്ല. എങ്ങനെയെങ്കിലും മീനൂട്ടീനെ കേശുവിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തന്നാൽ മതി എന്നാണ് പ്രേക്ഷകർക്ക്. എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ എന്താ പറയാ മുടിയൻ ദീനെ കെട്ടിക്കൊണ്ട് വന്ന ദീ അവിടെ സ്ഥിരതാമസമാക്കിയതുപോലെ നമ്മുടെ പാറമട വീട്ടിൽ ഇനി അങ്ങോട്ട് നമ്മുടെ കേശുവിനൊപ്പം മീനൂട്ടിയും കൂടെ ഉണ്ടാകുമോ? ഒരു പുതിയ കഥാപാത്രം കൂടി ഉണ്ടാകുമോ? പല പല ചോദ്യങ്ങളാട്ടോ ഇനി വരാൻ പോകുന്നത്. കാത്തിരിക്കാട്ടോ. ഇപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. മലയാളി സൈനിങ് ഓഫ്.